വെൽക്കം ബാക്ക് ടു ജാസി അമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു കരിമീൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ മസാലയൊക്കെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മസാലയുടെയും ഫിഷിൻ്റെയൊക്കെ ഒരു അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ കരിമീൻ പൊള്ളിച്ചത് ഉള്ളു വേവാതെയും അതുപോലെ തന്നെ അതിൻ്റെ മസാലയ്ക്കൊക്കെ ഒരു റോ ടേസ്റ്റൊക്കെ ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫിഷൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മസാലയ്ക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കരിമീൻ കിട്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കരിമീനൊക്കെ ഞാനിവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാല നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കാം. അതിനായിട്ടൊരു 4 വറ്റൽമുളക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 5-6 അല്ലി ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകും കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്നൊരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൗഡേഴ്സൊക്കെ ചേർത്തിട്ട് നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു അടിപൊളി മസാല റെഡിയാക്കാം. ഇതിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. നമുക്കിനി ഓരോ പീസ് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല ചേരാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഓരോ പീസും ഇതുപോലെ തന്നെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മളിപ്പോൾ ദേ ഇവിടെ എല്ലാം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് ഇത് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വഴറ്റി ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമ്മളിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കുക. അതുപോലെ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഒരു 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യരുത്. ഒരു മീഡിയം ചൂടിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അത് നമ്മളൊരു ഹാഫ് കുക്കായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അധികം കുക്കാവാതെ തന്നെ നമ്മൾ നോക്കാം കേട്ടോ. നമ്മളിനി ഇത് വീണ്ടും വാഴയിലയിൽ പൊതിഞ്ഞ് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ ഹാഫ് കുക്ക് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഓരോ പീസും ഇതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള വഴറ്റി ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിടാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല വളരെ മൈൽഡായിട്ടുള്ളൊരു മസാലയായിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഫിഷിൽ നല്ല സ്പൈസി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മൈൽഡായിട്ടുള്ള മസാലയായിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട്
നമുക്ക് ഇത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തുണ്ടെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഇനി അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഈ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിടുമ്പോൾ നല്ലൊരു അടിപൊളി മണമാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇല ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇല വാട്ടിയെടുത്തപ്പോൾ ഇല കുറച്ച് അധികം വാടിയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും. നമ്മളത് പൊതിഞ്ഞ് വെക്കുന്ന സമയത്ത് അതൊന്ന് കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കണ്ടോ, നമ്മൾ ഇതുപോലൊരു വാഴയുടെ നാര് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് കെട്ടിവെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ വഴറ്റിയെടുത്ത മസാലയാണ് നമ്മൾ വാഴയിലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ മസാല തന്നെ നമുക്ക് മേളിൽ ഒരു ലെയറും കൂടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല പൊതിഞ്ഞിരിക്കാൻ പാകത്തിന് തന്നെ ഈ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മസാല പൊതിഞ്ഞ് ചേർത്ത് അതും ഈ വാഴയിലയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ അപ്പോൾ നല്ലൊരു മണമാണ്, അടിപൊളി ടേസ്റ്റുമായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ വരും കേട്ടോ. നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും, 2 സൈഡും 5 മിനിറ്റ് വീതം. അങ്ങനെ ഒരു ടോട്ടൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും അടുത്ത പീസും എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ആ വഴറ്റിയ മസാലയും അതിന് മുകളിലായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തതും അതിന് മുകളിലായിട്ട് വീണ്ടും മസാല ഇട്ട് ഇതുപോലെ തന്നെ ഓരോ വാഴയിലയും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടുക കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടുക, അല്ലെങ്കിൽ മസാലയൊക്കെ ചിലപ്പോൾ നമ്മൾ തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് നമ്മൾ കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ 2 പൊതി ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഇത് മൂടി വെച്ചിട്ട് ഇത് നമ്മളൊന്ന് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുമുണ്ട് കണ്ടോ. ഇനി നമുക്ക് അടുത്ത പീസും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ചൊരു എണ്ണ തടവിയതിന് ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒരു സൈഡ് ഒന്ന് പൊള്ളിച്ചെടുത്തതിന് ശേഷം ഈ സൈഡും അതുപോലെ തന്നെ ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ പിന്നെ നമ്മൾ വാഴയിലയിൽ കുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കരിമീൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ സ്പെഷ്യൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.